ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചന്ദ്രന്റെ ഒരു പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള 4 യോഗങ്ങളെ കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി, ഈ രാശിയുടെ മുൻപിലത്തെ രാശിയിൽ ഏതെങ്കിലും ഒരു ഗ്രഹം മാത്രം നിൽക്കുകയാണെങ്കിൽ അതിന് സുനഭായോഗം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ തൊട്ട് പുറകിലത്തെ രാശിയിൽ ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അതിന് അനഭായോഗം എന്ന് പറയുന്നു. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മുൻപിലും പുറകിലും, അതായത് ചന്ദ്രന്റെ 2ാം ഭാവത്തിലും 12ാം ഭാവത്തിലും ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിന് ദുർധരായോഗം എന്ന് പറയപ്പെടുന്നു. ഈ പറഞ്ഞ 3 യോഗങ്ങൾ ശുഭകരമായിട്ടുള്ള യോഗങ്ങളാണ്. പക്ഷേ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മുൻപിലും പുറകിലും, അതായത് ചന്ദ്രന്റെ 2ാം ഭാവത്തിലും 12ാം ഭാവത്തിലും യാതൊരു ഗ്രഹസ്ഥിതിയും ഇല്ലാതെ ചന്ദ്രൻ ഒറ്റപ്പെട്ട് ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിന് കേമദ്രുമ യോഗം എന്നാണ് പറയപ്പെടുന്നത്. കേമദ്രുമ യോഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാദാരിദ്ര്യ യോഗമായിട്ടാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത്. ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു യോഗസ്ഥിതിയാണ്. അതായത് ചന്ദ്രൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതൊക്കെയാണ് ജാതകത്തിൽ ചന്ദ്രന്റെ ഗ്രഹസ്ഥിതികൾ കൊണ്ടുള്ള പ്രധാനപ്പെട്ട യോഗസ്ഥിതികൾ. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.